നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓപ്പണിംഗ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാം. ചെസ്സുകളി യുദ്ധവുമായി സാമ്യമുള്ള ഒരു ഗെയിം ആയതുകൊണ്ട് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെപ്പോലെ വളരെയധികം സൂക്ഷ്മ നിരീക്ഷണത്തോടെയായിരിക്കണം പ്രാരംഭഘട്ടത്തിൽ സേനകളെ വിന്യസിക്കേണ്ടത്. ഒരു ഗെയിമിലെ വ്യത്യസ്ത പൊസിഷനുകളിൽ ഓരോ പീസുകളുടെയും പരമാവധി മൂല്യം ഉറപ്പുവരുത്തി കളിക്കുന്നതിന് വേണ്ടി യുദ്ധ നിയമങ്ങളെപ്പോലെ തന്നെ കൃത്യവും കർക്കശവുമായിക്കൊണ്ടായിരിക്കണം നമ്മുടെ കരുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തേണ്ടത്. ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചെസ്സുകളിയെ നമുക്ക് ഓപ്പണിംഗ്, മിഡിൽ ഗെയിം, എൻഡ് ഗെയിം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഓപ്പണിംഗ്. ഓപ്പണിങ്ങിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, സെൻറ്റർ കൺട്രോൾ ചെയ്യുക. 2, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പീസുകളെയും ഡെവലപ്പ് ചെയ്യുക. 3, കിങ്ങിനെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്യാസ്ലിംഗ് ചെയ്യുക. ഈ 3 കാര്യങ്ങളും വളരെ ചുരുങ്ങിയ നീക്കങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിലുള്ള ഒരു പരാജയം ഒഴിവാക്കുകയും വളരെ വിജയകരമായ രീതിയിൽ നല്ല ഒരു മിഡിൽ ഗെയിം കളിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ 3 കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി 50ഓളം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നമ്മുടെ പീസുകൾ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ചെസ് ബോർഡിൽ കാണുന്ന 4 നൈറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നമ്മളൊരു പീസിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ചെസ് ബോർഡിൻ്റെ കോർണർ സ്ക്വയർ ആയിട്ടുള്ള H1-ലിരിക്കുന്ന നൈറ്റിന് F2, G3 എന്നീ 2 സ്ക്വയറിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. എന്നാൽ G1-ലിരിക്കുന്ന നൈറ്റ് E2, F3, H3 എന്നീ 3 കളങ്ങളിലേക്കാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. ചെസ് ബോർഡിൻ്റെ ഒരു എഡ്ജ് സ്ക്വയർ ആയിട്ടുള്ള D8-ലിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് B7, C6, E6, F7 എന്നീ 4 സ്ക്വയറുകളിലേക്കാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തിരിക്കുന്ന നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് C3, B4, B6, C7, E7, F6, F4, E3 എന്നീ 8 കളങ്ങളിലേക്ക് നീക്കം നടത്തുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് ഒരു പീസിനെ എത്തിക്കുകയാണെങ്കിൽ ആ ഒരു പീസിൻ്റെ പരമാവധി മൂല്യം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാ പീസുകളും ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. 1, ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുക. നമുക്കിനി ഓപ്പണിംഗ് തിയറികൾ ശ്രദ്ധിച്ചു കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗവും ഓപ്പണിംഗ് തിയറികൾ തെറ്റിച്ച് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കാം. ഇപ്പോൾ ചെസ് ബോർഡിൽ നമ്മൾ 8 സ്ക്വയറുകളാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട 4 സ്ക്വയറുകൾ എന്ന് പറയുന്നത് ചുവന്ന സ്ക്വയറുകൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള കളങ്ങളാണ്. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് D4, D5, E4, E5 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം പൂർണ്ണമായും സ്വന്തമാക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. നീല നിറത്തിലുള്ള C4, C5, F4, F5 ഈ സ്ക്വയറുകൾ കൂടി നിയന്ത്രിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ചെസ് ബോർഡിൽ വളരെ നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ഓപ്പണിങ്ങിൽ സെൻറ്റർ കൺട്രോൾ ചെയ്ത് നീക്കങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗവും മധ്യഭാഗം നിയന്ത്രിക്കാത്ത നീക്കങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കാം. പോൺ E4, പോൺ A5, പോൺ D4, പോൺ H6. ഇപ്പോൾ വൈറ്റിൻ്റെ D4-ലും E5-ലും ഇരിക്കുന്ന പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് D4, E5 എന്നീ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള മെയിൻ സ്ക്വയറുകളും തൊട്ടടുത്തുള്ള സ്ക്വയറുകളും നിയന്ത്രിക്കുവാൻ സാധിച്ചിരിക്കുന്നു. D2, E2 എന്നീ സ്ക്വയറുകളിലെ പോണുകൾ മുൻപിലോട്ട് നീക്കം നടത്തുമ്പോൾ 2 ബിഷപ്പുകളെയും ക്യൂനിനെയും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുവാനുള്ള അവസരം വൈറ്റിന് ലഭിക്കുന്നു.
എന്നാൽ ബ്ലാക്കിൻ്റെ നീക്കങ്ങൾ നമുക്ക് നിരീക്ഷിക്കാം. A5 എന്ന നീക്കം നടത്തുമ്പോൾ B4 സ്ക്വയറിൻ്റെ നിയന്ത്രണമാണ് ബ്ലാക്കിന് ലഭിച്ചിട്ടുള്ളത്. H6 എന്ന നീക്കം നടത്തുമ്പോൾ G5 സ്ക്വയറിൻ്റെ നിയന്ത്രണമാണ് ലഭിച്ചിട്ടുള്ളത്. പോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടു നീക്കങ്ങൾ നടത്തുമ്പോൾ ബ്ലാക്കിന് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നതിനോ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് ബ്ലാക്കിൻ്റെ മൈനർ പീസുകളെ എത്തിക്കുന്നതിനോ സാധിക്കുന്നില്ല. ഇപ്പോൾ ബ്ലാക്കിൻ്റെ രണ്ട് പോൺ മൂവ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്നാൽ വളരെയധികം ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പീസ് ഡെവലപ്മെൻറ്റിന് ഇനിയും താമസം നേരിടുന്നു. അതോടൊപ്പം ബ്ലാക്കിൻ്റെ A5 എന്ന നീക്കം നടത്തുമ്പോൾ A7-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് B6 എന്ന സ്ക്വയർ നിയന്ത്രിച്ചിരുന്നു. ആ സ്ക്വയറിൻ്റെ നിയന്ത്രണം A5-ലുള്ള പോണിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ H6 എന്ന നീക്കം നടത്തുമ്പോൾ G6 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണവും ബ്ലാക്കിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പോണിൻ്റെ നീക്കങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പോണിന് പുറകിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള സ്ക്വയറുകളിൽ നിന്ന് മാത്രം പോണുകളുടെ നീക്കങ്ങൾ നടത്തുക. മധ്യഭാഗത്തുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ചെസ്സിലെ മൈനർ പീസുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാസ്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓപ്പണിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പീസുകളെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈനർ പീസുകളെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടത്. കാരണം മേജർ പീസുകളെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എതിരാളിയുടെ മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പീസുകളെ ആക്രമിക്കുകയും ആ പീസുകളെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയെടുത്ത് വെട്ടിയെടുക്കുവാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ബിഷപ്പിന് മുൻപേ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വൈറ്റിൻ്റെ രണ്ട് നൈറ്റുകൾ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നിയന്ത്രിക്കുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് D4, E4, D5, E5 എന്നീ മധ്യഭാഗത്തുള്ള സ്ക്വയറുകളുടെ നിയന്ത്രണവും A4, B5, G5, H4 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണവും വൈറ്റിൻ്റെ നൈറ്റുകൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നു. അടുത്ത നിയമം എന്ന് പറയുന്നത് മൈനർ പീസുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് അടുത്തതായി പറയുന്നത്. ബിഷപ്പിന് മുൻപേ നമ്മൾ നൈറ്റാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ പറയുവാനുള്ള കാരണം നൈറ്റിന് സെൻട്രൽ കൺട്രോൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ C3, F3 എന്നീ സ്ക്വയറുകളിലേക്ക് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. H3 അല്ലെങ്കിൽ A3 എന്നീ സ്ക്വയറുകളിലേക്കോ D2, E2 എന്നീ സ്ക്വയറുകളിലേക്കോ നീക്കം നടത്തുകയാണെങ്കിൽ D5, E5 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കില്ല. ഇനി നമുക്ക് നൈറ്റിന് ശേഷം ബിഷപ്പ് ഉപയോഗിച്ച് നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നൊന്ന് നോക്കാം. ഇപ്പോൾ രണ്ട് ബിഷപ്പുകൾക്കും ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സ്ക്വയറുകളിലേക്കും സഞ്ചാര സൗകര്യം ഉണ്ടാകുന്നു. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്ന രീതിയിൽ നീക്കം നടത്തുകയാണെങ്കിൽ C4, D3 എന്നീ സ്ക്വയറുകളിലേക്കോ BG2 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വളരെ മനോഹരമായ മധ്യഭാഗത്തുള്ള ഒരു ഡയഗണലിലൂടെ സഞ്ചരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബ്ലാക്കിൻ ബിഷപ്പിനെ നോക്കുകയാണെങ്കിലും E3, F4 എന്ന സ്ക്വയറുകളിലേക്ക് നീക്കം നടത്തുകയാണെങ്കിലും B2 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിലും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ബിഷപ്പിന് രണ്ടു രീതിയിൽ നീക്കം നടത്തി കഴിഞ്ഞാൽ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നതിന് സാധിക്കും. ചെസ് ബോർഡിൽ ഏതാനും നീക്കങ്ങൾ നടക്കുന്ന സമയത്ത് എതിരാളിയുടെ വീക്ക് സ്ക്വയറിനെ ആക്രമിക്കുന്നതിനും ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുന്നതിനും ഓപ്പൺ ഡയഗണലുകൾ സ്വന്തമാക്കുന്ന രീതിയിലുമായിരിക്കണം ബിഷപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തേണ്ടത്. എങ്കിൽ മാത്രമാണ് മിഡിൽ ഗെയിമിൽ നമ്മളുടെ ബിഷപ്പുകളെ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓപ്പണിങ്ങിൽ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മറ്റു പീസുകൾ കടന്നു പോകുന്ന വഴിയിലേക്ക് ഒരു കാരണവശാലും പോണുകളെയോ മറ്റു പീസുകളെയോ ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുവാൻ പാടില്ല. അത് നമ്മുടെ മറ്റു പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് താമസം നേരിടും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പ് D6 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തിയിരിക്കുന്നു. ഈ ഒരു നീക്കത്തോടു കൂടി ഇനി ബ്ലാക്കിൻ്റെ D7-ലിരിക്കുന്ന പോണിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മറ്റു പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന്
താമസം നേരിടുന്നു. ഓപ്പണിങ്ങിൽ നമ്മളുടെ ഒരേ പീസ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായ നീക്കങ്ങൾ നടത്താതിരിക്കുക. കാരണം നമ്മളുടെ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് താമസം നേരിടുകയും ഒരു പീസ് ഉപയോഗിച്ച് നിരന്തരം നീക്കം നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നതുകൊണ്ട് നമ്മളുടെ ഓപ്പോണൻറ്റിൻ്റെ എല്ലാ പീസുകളും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ നീക്കങ്ങൾ ഓപ്പോണൻറ്റിനെ സഹായിക്കും. നമുക്ക് ഒരേ പീസ് ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒന്ന് നോക്കാം. നൈറ്റ് F6, ബിഷപ്പ് F4, നൈറ്റ് H7, കിങ് സൈഡ് കാസ്ലിംഗ്, നൈറ്റ് G5, ക്യൂൻ E2, നൈറ്റ് E6. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായ നീക്കങ്ങൾ നടത്തുകയും ആ ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനും കാസ്ലിംഗ് ചെയ്യുന്നതിനും ക്യൂവിനെ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ കണക്റ്റ് ചെയ്യുന്നതിനും സഹായിച്ചു. അതുകൊണ്ട് ചെസ് ബോർഡിൽ ഒരു കാരണവശാലും ഒരു പീസ് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഓപ്പോണൻറ്റിൻ്റെ പീസുകളെ ആക്രമിക്കാം എന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്താതിരിക്കുക. പകരം പീസ് ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ പീസുകളെയും വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് ഓപ്പണിങ്ങിൽ മേജർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പണിംഗ് ട്രാപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാൽ ഒരു കാരണവശാലും മേജർ പീസുകൾ, അതായത് റൂക്ക്, ക്യൂൻ എന്നിവ ഒരു കാരണവശാലും ഓപ്പണിങ്ങിൽ മുൻപിലോട്ട് നീക്കം നടത്താതിരിക്കുക. കാരണം റൂക്കിനെയും ക്യൂവിനെയും മൈനർ പീസുകൾ ഉപയോഗിച്ച് ആക്രമിക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റിൻ്റെ ഓരോ പീസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുവാനുള്ള ഒരു സാധ്യതയുണ്ടാകുകയും അല്ലെങ്കിൽ നമ്മളുടെ മേജർ പീസുകൾ നഷ്ടപ്പെടുവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാക്കിയെടുക്കുവാൻ ഓപ്പോണൻറ്റിന് സാധിക്കും. നമുക്ക് മേജർ പീസുകൾ ഉപയോഗിച്ച് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കുന്നതിന് ഒരു ഗെയിം നോക്കാം. E4, E5, ക്യൂൻ H5, നൈറ്റ് C6, ബിഷപ്പ് C4, G6, ക്യൂ F3, knight F6, ക്യൂ B3, knight D4, B takes F7, check, king E7, queen C3, king takes F7, D3, ബിഷപ്പ് B4, BB4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിനെ പിൻ ചെയ്യുന്നു. ക്യൂൻ ടേക്സ് B4, ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുവാൻ നിർബന്ധിതമാകുന്നു. നൈറ്റ് ടേക്സ് C2, ചെക്ക്, കിങ് D2, നൈറ്റ് ക്രോസ് B4. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് C2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഫോർക്കിംഗ് ചെക്കിലൂടെ വൈറ്റിന് ക്യൂൻ നഷ്ടപ്പെടുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മേജർ പീസിനെ ഓപ്പണിങ്ങിൽ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ പാടില്ല. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ കാസ്ലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ കാസ്ലിംഗ് ചെയ്യേണ്ട സൈഡ് ഏതാണ് എന്ന് നോക്കിയതിന് ശേഷം അവിടെയുള്ള പീസുകളെ മുൻപിലോട്ട് നീക്കം നടത്തി വളരെ പെട്ടെന്ന് തന്നെ കാസ്ലിംഗ് ചെയ്യാം. ബിഷപ്പ് D3, പോൺ H5, ബിഷപ്പ് F4, പോൺ H4, കാസ്ലിംഗ്. ഇപ്പോൾ വൈറ്റിന് കിങ്ങിനെ കാസ്ലിംഗ് ചെയ്തുകൊണ്ട് സുരക്ഷിതമാക്കുന്നതിനും H1-ൽ ഇരിക്കുന്ന റൂക്കിനെ വളരെ പെട്ടെന്ന് തന്നെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുവാനും സാധിച്ചിരിക്കുന്നു. ഇനി ഓപ്പണിംഗ് തിയറി പ്രകാരം അടുത്തതായി വൈറ്റ് ശ്രദ്ധിക്കേണ്ടത് രണ്ടു റൂക്കുകളെയും പരസ്പരം കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റൂക്കുകളെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതിന് ഇവിടെ തടസ്സമായി നിൽക്കുന്നത് വൈറ്റിൻ്റെ ക്യൂനാണ്. അതുകൊണ്ട് ക്യൂനിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തണം. ക്യൂനിനെ എതിരാളിയുടെ പീസുകൾ ആക്രമിക്കാത്ത സെമി ഓപ്പൺ ഫയലിലേക്കോ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ഫയലിലേക്കോ നീക്കം നടത്തണം. നൈറ്റ് H6, ക്യൂൻ D2. ക്യൂൻ D2 എന്ന നീക്കം നടത്തുന്ന സമയത്ത് റൂക്കുകൾ പരസ്പരം കണക്റ്റ് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് വൈറ്റിൻ്റെ റൂക്കിനെ ഓപ്പൺ ഫയലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പൊസിഷനിൽ ഓപ്പൺ ഫയൽ ഇല്ല എന്നതുകൊണ്ട് ഇനി ഓപ്പൺ ഫയൽ ആകാൻ സാധ്യതയുള്ള ഫയൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് ഓപ്പൺ ഫയൽ ആവാൻ സാധ്യതയുള്ള ഫയലിലേക്ക് നീക്കം നടത്തണം. ഓപ്പണിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ക്യൂൻ ഉപയോഗിച്ച് നീക്കം നടത്തുമ്പോൾ ക്യൂൻ മുൻപിലോട്ട് നീക്കം നടത്തി റൂക്കിനെ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്
ഓപ്പൺ ഫയൽ ഉണ്ടെങ്കിൽ ഓപ്പൺ ഫയലിലേക്കോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയലിലേക്കോ ക്യൂവിനെ നീക്കം നടത്തുവാൻ പാടില്ല. കാരണം ആ ഒരു ഫയൽ ഉപയോഗിക്കേണ്ടത് റൂക്കാണ്. നമുക്ക് അടുത്ത നീക്കങ്ങളിലേക്ക് പോകാം. നൈറ്റ് G4, റൂക്ക് AE1 റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പൺ ഫയൽ ഇല്ലാത്തത് കൊണ്ട് ഓപ്പൺ ആവാൻ സാധ്യതയുള്ള ഒരു ഫയലിലേക്ക് നീക്കം നടത്തുന്നു. പോൺ A5, പോൺ H3, നൈറ്റ് H6. ഇനി വൈറ്റ് ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ റൂക്കുകളെ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് E2, നൈറ്റ് A6, റൂക്ക് FE1. ഇപ്പോൾ റൂക്ക് ഡബിൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷൻ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, വൈറ്റിൻ്റെ എല്ലാ പീസുകളും മിഡിൽ ഗെയിമിലേക്ക് ഒരു ആക്രമണ സാധ്യത ഉണ്ടാക്കുന്ന പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ബ്ലാക്ക് 2 നൈറ്റുകൾ മാത്രമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡെവലപ്പ് ചെയ്ത നൈറ്റുകൾ ചെസ് ബോർഡിൻ്റെ ഒരു എഡ്ജ് സ്ക്വയറിലുമാണ്. ക്യാസലിംഗ് ചെയ്യുവാൻ ബ്ലാക്ക് ശ്രമിച്ചില്ല. പീസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ബ്ലാക്ക് ശ്രമിച്ചില്ല. എന്നാൽ വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും പൊസിഷൻ വിലയിരുത്തുകയാണെങ്കിൽ 12 നീക്കം നടത്തുമ്പോഴേക്കും സെൻറ്റർ കൺട്രോൾ, പീസ് ഡെവലപ്മെൻറ്റ്, ക്യാസലിംഗ് എന്നീ കാര്യങ്ങൾ കൃത്യമായി നടത്തുവാൻ സാധിച്ചു. അതുകൊണ്ട് വൈറ്റിന് ഇനി മിഡിൽ ഗെയിമിൽ കളിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്നാൽ ബ്ലാക്കിന് ക്യാസലിംഗ് ചെയ്തിട്ടില്ല, പീസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പോണിൻ്റെ അലക്ഷ്യമായ നീക്കങ്ങൾ കൊണ്ട് ബ്ലാക്കിൻ്റെ പീസുകളെ മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കുകയുമില്ല. ഇതൊരു ക്രിയേറ്റഡ് പൊസിഷനാണ്. ഈ കുറച്ച് നീക്കങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പണിംഗ് തിയറികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീക്കങ്ങൾ നടത്തിയപ്പോൾ വൈറ്റിനുണ്ടായ ഗുണങ്ങളും, എന്നാൽ ബ്ലാക്ക് ഓപ്പണിങ്ങിൽ തിയറി ഒന്നും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായ പീസ് മൂവ്മെൻറ്റുകളും പോണുകളും ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ നീക്കങ്ങൾ നടത്തിയതുകൊണ്ട് ബ്ലാക്കിനുണ്ടായ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇപ്പോൾ വൈറ്റിനുണ്ടായ നേട്ടങ്ങളും ബ്ലാക്കിനുണ്ടായ ദോഷങ്ങളും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇനി ഈ സാഹചര്യത്തിൽ നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്, പല പീസുകളും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഡബിൾ പോണുകളും ഐസൊലേറ്റഡ് പോണുകളും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ എൻഡ് ഗെയിമിലും മിഡിൽ ഗെയിമിലും ഡബിൾ പോണുകളെയും ഐസൊലേറ്റഡ് പോണുകളെയും ആക്രമിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിൻ്റെ മുൻപിലുള്ള പോണുകൾ അനാവശ്യമായി മുൻപിലോട്ട് നീക്കം നടത്താതിരിക്കുക. അങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ പോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ക്വയർ കൺട്രോൾ നഷ്ടപ്പെടുകയും അത് എതിരാളിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. പല ടൂർണമെൻറ്റുകളിലും നമ്മൾ കാണാറുണ്ട്, കുട്ടികൾ ഓപ്പണിങ്ങുകളും വേരിയേഷനുകളും കാണാതെ പഠിക്കുകയും മിഡിൽ ഗെയിമിൽ വളരെ മനോഹരമായ ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ശേഷം മിഡിൽ ഗെയിം മുതൽ അവർക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. കാരണം ഓപ്പണിങ്ങിൽ നമ്മൾ നീക്കുന്ന നീക്കങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാത്തതാണ്. ഓപ്പണിങ്ങിൽ നമ്മളുടെ പീസുകൾ പരമാവധി നല്ല സ്ക്വയറിലേക്ക് ആദ്യത്തെ നീക്കം കൊണ്ട് എത്തുന്ന രീതിയിലാണ് നീക്കം നടത്തിയിട്ടുള്ളത്. മിഡിൽ ഗെയിം ആകുമ്പോൾ ചെസ് ബോർഡിലെ പൊസിഷൻ അനുസരിച്ച് ഒരു പീസിന് എത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ക്വയറിലേക്ക് എത്തിച്ചുകൊണ്ട് ആ പീസിൻ്റെ 100% ഉപയോഗം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന ഭാഗങ്ങൾ മാത്രം നോക്കാം. ഒരു ഗെയിമിനെ നമുക്ക് ഓപ്പണിംഗ്, മിഡിൽ ഗെയിം, എൻഡ് ഗെയിം എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ഇതിൽ ഓപ്പണിംഗ് പ്രിൻസിപ്പിളായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1. ചെസ് ബോർഡിൻ്റെ മധ്യഭാഗം നിയന്ത്രിക്കുക. 2. മൈനർ പീസുകൾ ഡെവലപ്പ് ചെയ്യുക. 3. നൈറ്റിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുക. 4. നമ്മുടെ പീസുകൾക്ക് സഞ്ചരിക്കുവാനുള്ള വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോണുകളെയോ മറ്റു പീസുകളെയോ നീക്കം നടത്താതിരിക്കുക. അത് നമ്മുടെ മറ്റു പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് തടസ്സം നേരിടും. 5. കളിച്ച ഒരു പീസിൽ തുടർച്ചയായി നീക്കങ്ങൾ നടത്താതിരിക്കുക. അതിന് പകരം നമ്മുടെ മറ്റു പീസുകളെ ഡെവലപ്പ് ചെയ്ത ശേഷം വളരെ പെട്ടെന്ന് തന്നെ ക്യാസ്ലിംഗ് ചെയ്തുകൊണ്ട് നല്ല ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുക. ഓപ്പണിങ്ങിൽ മേജർ പീസ് ഉപയോഗിച്ചുകൊണ്ട് നീക്കങ്ങൾ നടത്താതിരിക്കുക. 7. വളരെ പെട്ടെന്ന് തന്നെ ക്യാസ്ലിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സുരക്ഷിതമാക്കുകയും റൂക്കിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കുകയും ചെയ്യുക. 8. ക്യാസ്ലിംഗ് ചെയ്ത കിങ്ങിൻ്റെ മുൻപിലുള്ള പോണുകൾ
അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മുൻപിലോട്ട് നീക്കം നടത്തുക. 9 റൂക്കുകളെ പരസ്പരം കണക്ട് ചെയ്യുക. 10 റൂക്കിനെ ഓപ്പൺ ഫയലിലേക്ക് എത്തിക്കുക. 11 റൂക്കുകളെ ഡബിൾ ചെയ്യുക. പീസുകളെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഡബിൾ പോണുകളോ ഐസൊലേറ്റഡ് പോണുകളോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ പോൺ സ്ട്രക്ചർ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ നീക്കങ്ങൾ നടപ്പിലാക്കുക. ഡബിൾ പോണുകളോ ഐസൊലേറ്റഡ് പോണുകളോ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മിഡിൽ ഗെയിമിലോ എൻഡ് ഗെയിമിലോ ഈ പോണുകളെ ആക്രമിച്ചുകൊണ്ട് സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കും. ഓപ്പണിങ്ങിൽ ക്യൂൻ മുൻപിലോട്ട് നീക്കം നടത്തുമ്പോൾ ബ്ലോക്ക്ഡ് ഫയലിലോ സെമി ഓപ്പൺ ഫയലിലോ നീക്കം നടത്തുവാൻ ശ്രദ്ധിക്കുക. നൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക. ചെസ് ബോർഡിൻ്റെ എഡ്ജ് സ്ക്വയറിലുള്ള പോണുകളെ മുൻപിലോട്ട് നീക്കം നടത്താതിരിക്കുക. ഓപ്പണിങ്ങിൽ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ പീസിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ നീക്കത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഓപ്പണിങ്ങിൽ പീസുകൾ ഡെവലപ്പ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.